ചുരൽമല ഉരുൾപൊട്ടലുണ്ടായ ദുരന്തത്തിൽ എൻ്റെ മുഖം മൊത്തമായിട്ട് താടിയെല്ലൊക്കെ പൊട്ടിയിരുന്നു. മുഖത്തിൻ്റെ ഷേപ്പ് മൊത്തമായിട്ട് മാറിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 9 മാസമായിട്ടും രാഘവ് സാറാണ് എന്നെ ചികിത്സ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ചെരിഞ്ഞൊരു ഭാഗത്തേക്കായിരുന്നു. സാറത് റെഡിയാക്കി തന്നിട്ടുണ്ട്. എൻ്റെ പേര് അനീഷ്, ഇതെൻ്റെ ഭാര്യ സായന. ഞങ്ങൾ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ പെട്ട് അന്ന് മുതൽ ഇന്ന് വരെയും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. ഭാര്യയ്ക്ക് മുഖത്തിൻ്റെ ഈ താടിയെല്ലൊക്കെ പൊട്ടി മുഖം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയിരിക്കുന്നു. അതുപോലെ തന്നെ വാരിയെല്ല് പൊട്ടി ഒരുപാട് ചതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ രാഘവ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ താടിയെല്ലിൻ്റെ ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചൂരൽമല ലാൻഡ് സ്ലൈഡിൻ്റെ വിക്റ്റിമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സയനയ്ക്ക് മേലത്തെ താടിയെല്ലിനും താഴത്തെ താടിയെല്ലിനും മേലത്തെ കവിളിലെല്ലിനൊക്കെ പൊട്ടി ആർക്കും സയനനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് സയനനെ നമ്മളെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ സർജറികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സയനയ്ക്ക് മേലത്തെയും താഴത്തെയും എല്ലാം താടിയെല്ലിനും നമ്മൾ പ്ലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തു. പിന്നീട് നമ്മൾ റിവിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ 6 months ഫോളോ അപ്പിന് ശേഷം സയനൻ്റെ താടിയിൽ ഇടത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ രണ്ടാമതും ജീനിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സർജറി കൂടെ സയനൻ്റെ ഫേഷ്യൽ അസിമെട്രിയും കൂടെ നമ്മൾ ഈ രണ്ടാം സർജറിയിൽ കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു. ശരിക്കും മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുഖം ചെരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഒരു പഴയ ഒരു ജീവിതത്തിലേക്ക്, ആ പഴയ മുഖവും അതേപോലെ പഴയ ജീവിതത്തിലേക്കും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സേവനങ്ങളും അതുപോലെ ഹെൽപ്പും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ രാഘവ് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. അദ്ദേഹത്തിനോട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കിടപ്പാടുകളുണ്ട്. അതുപോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം. അതൊക്കെ മാറ്റി പഴയ ആ ഒരു രീതിയിലേക്ക് ആക്കി തന്നു. അതുപോലെ മുഖത്തൊരു സ്റ്റിച്ച് ചെയ്തതുപോലും ശരിക്കും നമുക്ക് കാണുന്നില്ല. ആ ഒരു ലെവലിലേക്ക് ആക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്.